നമസ്കാരം. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 16,000 അടി ഉയരം, ഓക്സിജൻ കുറഞ്ഞ വായുവും രക്തം മരവിപ്പിക്കുന്ന തണുപ്പും മാത്രം അവശേഷിക്കുന്ന ഹിമാലയത്തിലെ ഒരു ഏകാന്ത പ്രദേശം. 1942 വർഷം. നന്ദാദേവി ഗെയിം റിസർവിലെ ഫോറസ്റ്റ് റേഞ്ചറായ ഹരികിഷൻ മാധ്വാൾ തന്റെ പതിവ് റോന്തു ചുറ്റലിനിടെ ആ വിജനമായ തടാകത്തിന് അരികിലെത്തി. മഞ്ഞുരുകി തുടങ്ങിയ ആ ചെറിയ ജലാശയത്തിലേക്ക് നോക്കി മാധ്വാൾ ഒരു നിമിഷം സ്തംഭിച്ചുപോയി. തടാകത്തിന്റെ ആഴങ്ങളിൽ നിന്ന് തീരത്തു നിന്നും 100 കണക്കിന് കണ്ണുകൾ തന്നെ നോക്കി നിൽക്കുന്നു. പക്ഷേ അവയ്ക്ക് ജീവനില്ലായിരുന്നു. ചിതറിക്കിടക്കുന്ന തലയോട്ടികൾ, വാരിയെല്ലുകൾ, മഞ്ഞിൽ ഉറഞ്ഞുപോയ കൈകാലുകൾ. ഏറ്റവും ഭയപ്പെടുത്തുന്ന കാര്യം അതൊന്നുമല്ല. ചില അസ്ഥികൂടങ്ങളിൽ ഇന്നും ദ്രവിക്കാത്ത മാംസപേശികൾ ബാക്കിയുണ്ട്. കൊടും തണുപ്പിൽ ഉണങ്ങിപ്പോയ മുടിയിഴകൾ കാറ്റിൽ ആടുന്നു. ഹിമാലയത്തിന്റെ ഈ മരണ താഴ്വരയിൽ എങ്ങനെയാണ് ഇത്രയധികം മനുഷ്യർ ഒരേ സമയം ഇല്ലാതായത്? അന്ന് ലോകം 2ാം മഹായുദ്ധത്തിന്റെ അഗ്നിയിലായിരുന്നു. അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഭയന്നു ഇത് ഇന്ത്യയിലേക്ക് അതിക്രമിച്ചു കയറാൻ ശ്രമിച്ച ജാപ്പനീസ് സൈനികരുടെ മൃതദേഹങ്ങളാണോ, അതോ ശത്രു സൈന്യം നടത്തിയ ഏതെങ്കിലും രഹസ്യ പരീക്ഷണത്തിന്റെ ഇരകളോ? എന്നാൽ ശാസ്ത്രം ആ അസ്ഥികൂടങ്ങളെ പരിശോധിച്ചപ്പോൾ പുറത്തു വന്നത് യുദ്ധത്തെക്കാളും മനുഷ്യന്റെ ഭാവനയെക്കാളും ഭീകരമായ ഒരു സത്യമായിരുന്നു. ഹിമാലയത്തിന്റെ മടിത്തട്ടിൽ പതിറ്റാണ്ടുകളായി ഒളിപ്പിച്ചു വെച്ച ആ രക്തം മരവിപ്പിക്കുന്ന രഹസ്യം. രൂപ്കുണ്ട്, ദ സ്കെലിട്ടൺ ലേക്ക്, അതിന്റെ ചുരുളുകൾ ഇന്ന് നമ്മൾ അഴിക്കാൻ പോവുകയാണ്. അസ്ഥികൂടങ്ങൾ കണ്ടെത്തിയ ഉടൻ ബ്രിട്ടീഷ് ഇന്റലിജൻസ് സംഘം അതീവ ജാഗ്രതയിലായി. 2ാം ലോക മഹായുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന ആ കാലത്ത് ഇത് തങ്ങളുടെ അതിർത്തിയിലേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമിച്ച ജാപ്പനീസ് ചാരന്മാരുടെ ഗ്രൂപ്പായിരിക്കുമെന്ന് അവർ ഉറപ്പിച്ചു. ഇന്ത്യയെ ആക്രമിക്കാൻ ഹിമാലയൻ പാത ഉപയോഗിച്ച ശത്രു സൈന്യത്തിന് പ്രകൃതി നൽകിയ ശിക്ഷയാണിതെന്നായിരുന്നു ആദ്യത്തെ നിഗമനം. എന്നാൽ പരിശോധനയ്ക്കായി അയച്ച അസ്ഥികൂടങ്ങൾ ലണ്ടനിലെയും അമേരിക്കയിലെയും ലാബുകളിൽ എത്തിച്ചതോടെ കഥ മാറി. ശാസ്ത്രം ആ ഞെട്ടിക്കുന്ന സത്യം വെളിപ്പെടുത്തി. ഈ മനുഷ്യർ മരിച്ചത് 1940കളിലല്ല, മറിച്ച് ഏകദേശം AD 9ാം നൂറ്റാണ്ടിലാണ്. അതായത് ഇന്നേക്ക് 1200 വർഷങ്ങൾക്ക് മുമ്പ്. ഹിമാലയൻ താഴ്വരകളിൽ ചോളന്മാരും പല്ലവന്മാരും ഭരണം നടത്തിയിരുന്ന ആ പുരാതന കാലത്ത് ഇത്രയും വലിയൊരു മനുഷ്യക്കൂട്ടം ഇവിടെ എന്തു ചെയ്യുകയായിരുന്നു? ഇവിടെയാണ് 2ാമത്തെ വെളിപ്പെടുത്തൽ ഉണ്ടാകുന്നത്. ഇതൊരു സൈനിക നീക്കമായിരുന്നില്ല. സാധാരണയായി ഒരു യുദ്ധക്കളത്തിൽ കാണാറുള്ള വാളുകളോ കുന്തങ്ങളോ കവചങ്ങളോ അവിടെ ഒരിടത്തും ഉണ്ടായിരുന്നില്ല. പകരം ചിതറിക്കിടന്നിരുന്നത് മുളവടികളും തൂകൽ ചെരുപ്പുകളും ഗ്ലാസ് മുത്തുകൾ കൊണ്ട് നിർമ്മിച്ച ആഭരണങ്ങളും. കൊല്ലപ്പെട്ടവരിൽ പുരുഷന്മാർ മാത്രമല്ല, സ്ത്രീകളും കുട്ടികളും ഉണ്ടായിരുന്നു എന്ന് DNA പരിശോധനകൾ തെളിയിച്ചു. മഞ്ഞിൽ പുതിഞ്ഞുകിടന്ന ആ ശരീരങ്ങളിൽ ആയുധങ്ങൾ കൊണ്ടുള്ള മുറിവുകളോ എല്ലുകൾ ഒടിഞ്ഞ അടയാളങ്ങളോ ഉണ്ടായിരുന്നില്ല. അവർ ശത്രുക്കളോട് പോരാടിയല്ല മരിച്ചത്, പക്ഷേ പട്ടിണി കിടന്നു മരിച്ചതാകാനും വഴിയില്ല. കാരണം അവരുടെ വയറ്റിലെ അവശിഷ്ടങ്ങളിൽ നിന്ന് അവർ മരിക്കുന്നതിന് തൊട്ടു മുമ്പ് നല്ല ഭക്ഷണം കഴിച്ചിരുന്നു എന്ന് വ്യക്തമായി. അങ്ങനെയെങ്കിൽ ജീവിക്കാൻ പോലും സാധ്യമല്ലാത്ത 16,000 അടി ഉയരത്തിലെ ഈ മരണക്കെണിയിലേക്ക് ഇത്രയും വലിയൊരു ജനക്കൂട്ടം എന്തിനാണ് എത്തിയത്? ശരിയായ പാതയിൽ നിന്ന് കിലോമീറ്ററുകളോളം അകലെയുള്ള ഈ ഒറ്റപ്പെട്ട തടാകക്കരയിലേക്ക് അവർ നയിക്കപ്പെട്ടതാണോ? അതോ പ്രകൃതിയുടെ മറ്റൊരു വിസ്മയം കാണാൻ പോയവർ അവിടെ എന്നേക്കുമായി തളച്ചിടപ്പെട്ടതാണോ? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തേടിപ്പോയ ഗവേഷകർ ഹിമാലയത്തിന്റെ മറ്റൊരു ഭീകരമായ മുഖമാണ് അന്ന് കണ്ടത്. രൂപ്കുണ്ട് തടാകത്തിലെ അസ്ഥികൂടങ്ങളുടെ രഹസ്യം തേടിയുള്ള യാത്രയിൽ ശാസ്ത്രജ്ഞർ ഏറ്റവും പുതിയ ഹൈടെക് DNA പരിശോധനകൾ അവലംബിച്ചു. മരിച്ചവർ എല്ലാവരും ഒരുമിച്ച് യാത്ര ചെയ്ത ഒരു സംഘമായിരിക്കുമെന്നാണ് ലോകം കരുതിയത്. എന്നാൽ ആ ലാബ് റിപ്പോർട്ടുകൾ പുറത്തു വന്നപ്പോൾ ഗവേഷകർ പോലും അവിശ്വസനീയതയോടെ പരസ്പരം നോക്കി. അവിടെ മരിച്ചു കിടക്കുന്നവർ ഒരേ നാട്ടുകാരല്ല. DNA പരിശോധന പ്രകാരം അതിൽ 3 വ്യത്യസ്ത ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു. 1ാമത്തെ ഗ്രൂപ്പ് ഇന്നത്തെ ഇന്ത്യക്കാരുടെ പൂർവികരാണ്. എന്നാൽ 2ാമത്തെ ഗ്രൂപ്പ് ആരെയും ഞെട്ടിക്കുന്നതായിരുന്നു. ആയിരക്കണക്കിന് കിലോമീറ്ററുകൾക്കപ്പുറം മെഡിറ്ററേനിയൻ കടൽ കടന്ന് ഗ്രീസിലെ ക്രീറ്റ് ദ്വീപിൽ നിന്ന് എത്തിയവരായിരുന്നു അവർ. ഹിമാലയത്തിലെ ഈ ഒറ്റപ്പെട്ട കോണിൽ ഒരു പുരാതന കാലത്ത് ഗ്രീക്കുകാർ എന്തു ചെയ്യുകയായിരുന്നു? 2ാമത്തെ വെളിപ്പെടുത്തൽ അതിലും ഭീകരമായിരുന്നു. ഈ അസ്ഥികൂടങ്ങൾ എല്ലാം ഒരേ സമയം അവിടെ എത്തിയവരല്ല. ഇന്ത്യൻ വംശജരായ ആളുകൾ AD 800കളിൽ അവിടെ മരിച്ചു വീണപ്പോൾ ഗ്രീക്ക് വംശജരായ ആളുകൾ അവിടെ എത്തുന്നത് ഏകദേശം 1000 വർഷങ്ങൾക്ക് ശേഷമാണ്. അതായത് 1800കളിൽ. ഒരു നിമിഷം ആലോചിച്ചു നോക്കൂ. നൂറ്റാണ്ടുകളുടെ വ്യത്യാസത്തിൽ ലോകത്തിന്റെ 2 ധ്രുവങ്ങളിൽ നിന്നുള്ള മനുഷ്യർ ഒരേ തടാകത്തിന്റെ കരയിലെത്തി ഒരേപോലെ കൊല്ലപ്പെടുന്നു. ഇതൊരു യാദൃച്ഛികതയാണോ, അതോ ഈ തടാകം മനുഷ്യരെ കാന്തികം പോലെ ആകർഷിക്കുകയാണോ? ഗ്രീസിൽ നിന്നും കിഴക്കൻ മെഡിറ്ററേനിയൻ നിന്നും വന്ന ആ സഞ്ചാരികൾക്ക് ഹിമാലയത്തിലെ ഈ അപകടം പിടിച്ച പാതയെക്കുറിച്ച് ആര് പറഞ്ഞു കൊടുത്തു? ഈ പുതിയ കണ്ടെത്തലുകൾ ഒരു കാര്യം ഉറപ്പിച്ചു: രൂപ്കുണ്ട് ഒരു സാധാരണ അപകട സ്ഥലമല്ല. അതൊരു നിഗൂഢമായ ശ്മശാനമാണ്.
എന്തിനാണ് ഈ മനുഷ്യർ വീണ്ടും വീണ്ടും ഇവിടേക്ക് വന്നത്? ഗ്രീക്കുകാർ ഒരുപക്ഷെ വടക്കൻ ഇന്ത്യയിലെ ഏതെങ്കിലും ഗ്രീക്ക് സാമ്രാജ്യത്തിന്റെ അവശിഷ്ടങ്ങളായിരിക്കുമോ? അതോ ചരിത്രരേഖകളിൽ ഇല്ലാത്ത ഏതെങ്കിലും മഹായാത്രയുടെ ഭാഗമായിരുന്നു അവർ? ഈ നിഗൂഢതകൾക്കിടയിലാണ് അസ്ഥികൂടങ്ങളുടെ തലയോട്ടികളിൽ കണ്ട ആ വിചിത്രമായ അടയാളം ശാസ്ത്രജ്ഞരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. അതവരെ എത്തിച്ചത് ഹിമാലയത്തിലെ ഒരു ഭയാനകമായ പ്രകൃതി പ്രതിഭാസത്തിലേക്കായിരുന്നു. നൂറ്റാണ്ടുകളുടെ വ്യത്യാസത്തിൽ അവിടെ എത്തിയ മനുഷ്യർക്കെല്ലാം ഒരേ വിധി എങ്ങനെ ലഭിച്ചു? ഈ ചോദ്യത്തിന് ഉത്തരം തേടി ഫോറൻസിക് വിദഗ്ധർ തലയോട്ടികൾ സൂക്ഷ്മമായി പരിശോധിച്ചു. അവിടെയാണ് ലോകത്തെ ഞെട്ടിച്ച ആ ട്വിസ്റ്റ് ഒളിഞ്ഞിരുന്നത്. അവിടെ ഉണ്ടായിരുന്ന മിക്ക തലയോട്ടികളിലും കൃത്യമായ ഒരു മുറിവുണ്ടായിരുന്നു. അത് വാളുകൾ കൊണ്ടോ കുന്തങ്ങൾ കൊണ്ടോ ഉണ്ടായതല്ല, വെടിയുണ്ടകളേറ്റ പാടുകളുമല്ല. മുകളിൽ നിന്ന് അതിശക്തമായ വേഗതയിൽ ഉരുളൻ കല്ലുകൾ വന്ന് തലയിൽ പതിച്ചതുപോലെയുള്ള മുറിവുകൾ. തലയോട്ടിയുടെ മുകൾ ഭാഗത്ത് മാത്രം വലിയ ദ്വാരങ്ങൾ വീണിരിക്കുന്നു. എന്നാൽ അത്ഭുതകരമെന്ന് പറയട്ടെ, അവരുടെ തോളലുകൾക്കോ കൈകാലുകൾക്കോ യാതൊരു പരിക്കും പറ്റിയിട്ടില്ല. ആരാണ് ഇത്രയും ഉയരത്തിൽ വെച്ച് തലയ്ക്ക് മാത്രം ലക്ഷ്യം വെച്ച് അവരെ ആക്രമിച്ചത്? ഒരു നിമിഷം ആലോചിച്ചു നോക്കൂ. സമുദ്രനിരപ്പിൽ നിന്ന് 16,000 അടി ഉയരത്തിൽ ശത്രുക്കൾക്ക് ഒളിഞ്ഞിരിക്കാൻ ഒരു പാറയോ മരമോ പോലുമില്ലാത്ത ആ തുറന്ന സ്ഥലത്ത് എങ്ങനെയാണ് ഒരു വലിയ ജനക്കൂട്ടത്തെ ഇങ്ങനെ കൂട്ടക്കുരുതി നടത്തിയത്? ശാസ്ത്രജ്ഞർ ഈ നിഗൂഢതയ്ക്ക് മുന്നിൽ പകച്ചു നിന്നപ്പോൾ പ്രദേശവാസികൾ ഒരു പഴയ നാടോടിപ്പാട്ട് അവർക്ക് പാടിക്കൊടുത്തു. നൂറ്റാണ്ടുകളായി ഹിമാലയൻ ഗ്രാമങ്ങളിൽ പാടിവരുന്ന ആ വരികൾ ഇപ്രകാരമായിരുന്നു: നന്ദാദേവി കോപിച്ചു, ആകാശത്തെ ഇടിമിന്നലുകൾ അവർ കല്ലുകളാക്കി മാറ്റി. ഇരുമ്പ് പോലെ കടുപ്പമുള്ള ആലിപ്പഴങ്ങൾ ശത്രുക്കൾക്ക് മേൽ അവർ വർഷിച്ചു. ആദ്യം ഇതൊരു മിത്താണെന്ന് ശാസ്ത്രജ്ഞർ കരുതിയെങ്കിലും വിശദമായ കാലാവസ്ഥാ പഠനങ്ങൾ മറ്റൊരു ഭീകരസത്യം പുറത്തുവിട്ടു. രൂപ്കുണ്ട് ഒരു തുറന്ന തടാകമാണ്. അവിടെ പെട്ടെന്നുണ്ടാകുന്ന ആലിപ്പഴ വർഷം അതിഭീകരമായിരിക്കും. ക്രിക്കറ്റ് പന്തിനേക്കാൾ വലിയ ഏതാണ്ട് 9 ഇഞ്ച് വ്യാസമുള്ള കല്ലുപോലെ ഉറച്ച മഞ്ഞുകട്ടകൾ മണിക്കൂറിൽ 100 കിലോമീറ്ററിലധികം വേഗതയിൽ ആകാശത്തു നിന്ന് പതിച്ചു. അഭയം തേടാൻ ഒരിടം പോലുമില്ലാതെ ആ തടാകക്കരയിൽ വെച്ച് മിനിറ്റുകൾക്കുള്ളിൽ 100 കണക്കിന് മനുഷ്യർ ആകാശത്തു നിന്നുള്ള ആ മരണമഴ ഏറ്റുവാങ്ങി. തലയോട്ടി തകർന്ന് ബോധം കെട്ട് അവർ ഒന്നൊന്നായി ആ തടാകത്തിലേക്ക് വീണു. തണുത്തുറഞ്ഞ ആ ജലം അവരുടെ മൃതദേഹങ്ങളെ നൂറ്റാണ്ടുകളോളം ദ്രവിക്കാതെ സംരക്ഷിച്ചു. പക്ഷെ അപ്പോഴും ഒരു ചോദ്യം ബാക്കിയാണ്. ആകാശത്തു നിന്ന് മഞ്ഞുകട്ടകൾ വീഴുന്നത് മനസ്സിലാക്കാം. പക്ഷെ ഗ്രീസിൽ നിന്നും യൂറോപ്പിൽ നിന്നും ഇത്രയും ദൂരം സഞ്ചരിച്ച് ഇവർ എന്തിനാണ് ഈ കൃത്യസമയത്ത് ഇവിടെ എത്തിയത്? പ്രകൃതി ദുരന്തത്തിന് അപ്പുറം ഇവർ അവിടെ എത്തിയതിന് പിന്നിൽ മറ്റൊരു നിഗൂഢമായ ഉദ്ദേശമുണ്ടോ? ആകാശത്ത് നിന്ന് വീണ ആലിപ്പഴങ്ങളാണ് അവരെ കൊന്നതെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു. എന്നാൽ ഈ കഥയിലെ ഏറ്റവും വലിയ പ്രഹേളിക അതല്ല. DNA ഫലങ്ങൾ കാണിക്കുന്നത് അവിടെ മരിച്ചവരിൽ വലിയൊരു വിഭാഗം മെഡിറ്ററേനിയൻ വംശജരാണെന്നാണ്. ആയിരക്കണക്കിന് മൈലുകൾക്കപ്പുറമുള്ള ഗ്രീസിൽ നിന്നും ഇത്രയധികം മനുഷ്യർ ഈ ഹിമാലയൻ തടാകക്കരയിൽ എങ്ങനെ ഒരേ സമയം എത്തിപ്പെട്ടു? അവർ കേവലം വിനോദസഞ്ചാരികളായിരുന്നോ? അതോ ചരിത്രരേഖകളിൽ ഒരിടത്തും പരാമർശിക്കപ്പെടാത്ത ഏതെങ്കിലും വലിയ സൈനിക നീക്കത്തിന്റെ ഭാഗമായിരുന്നു? ഇവിടെയാണ് ഗവേഷകർ മറ്റൊരു ഞെട്ടിക്കുന്ന നിഗമനത്തിലെത്തുന്നത്. ഇവർ അലക്സാണ്ടർ ചക്രവർത്തിയുടെ സൈന്യത്തിന്റെ അവശിഷ്ടങ്ങളായിരിക്കാം എന്നൊരു വാദം ശക്തമായിരുന്നു. BC 326 ഇന്ത്യ ആക്രമിച്ച അലക്സാണ്ടറുടെ സൈന്യത്തിലെ ചില ഗ്രൂപ്പുകൾ ഹിമാലയൻ താഴ്വരകളിൽ കുടുങ്ങിപ്പോയിരുന്നു. എന്നാൽ DNA പരിശോധന പ്രകാരം ഇവർ മരിച്ചത് AD 1800-കളിലാണ്, അലക്സാണ്ടറുടെ കാലത്തിന് 2000 വർഷങ്ങൾക്ക് ശേഷം. അങ്ങനെയെങ്കിൽ ഇവർ ആരാണ്? ഹിമാലയത്തിലെ ഈ ഭാഗം പുരാതനമായ ഒരു വ്യാപാര പാതയായിരുന്നു എന്ന് കരുതപ്പെടുന്നു. പട്ടുനൂലും സുഗന്ധവ്യഞ്ജനങ്ങളും കൈമാറുന്ന ഈ പാതയിൽ ഗ്രീസിൽ നിന്നുള്ള വ്യാപാരികൾ എത്തിയതാകാം. എന്നാൽ സ്ത്രീകളും കുട്ടികളും ആ സംഘത്തിൽ ഉണ്ടായിരുന്നു എന്നത് ഈ വാദത്തെ ദുർബലമാക്കുന്നു. സാധാരണയായി കച്ചവട സംഘങ്ങൾ കുടുംബത്തോടൊപ്പമല്ല ഇത്രയും ദുർഘടമായ പാതയിലൂടെ സഞ്ചരിക്കാറുള്ളത്. ഇവിടെയാണ് മൂന്നാമത്തേതും ഏറ്റവും വിശ്വസനീയവുമായ സിദ്ധാന്തം വരുന്നത്. നന്ദാദേവി തീർത്ഥാടനത്തിന്റെ ഭാഗമായി രാജ് ജാത്ത് എന്ന വലിയ തീർത്ഥാടനം നൂറ്റാണ്ടുകളായി ഹിമാലയത്തിൽ നടക്കാറുണ്ട്. ഇവർ ഈ തീർത്ഥാടന സംഘത്തോടൊപ്പം ചേർന്നവരാകാം. പക്ഷെ ഗ്രീസിൽ നിന്നുള്ള ഒരു വലിയ സംഘം എന്തിന് ഒരു ഇന്ത്യൻ തീർത്ഥാടനത്തിൽ പങ്കെടുത്തു? ഒരുപക്ഷെ ഇവർ ഇന്ത്യയിൽ തന്നെ വസിച്ചിരുന്ന ഗ്രീക്ക് വംശ പാരമ്പര്യമുള്ള ഒരു വിഭാഗമായിരുന്നു. അതോ പണ്ട് നഷ്ടപ്പെട്ടുപോയ ഏതെങ്കിലും ഗ്രീക്ക് സംസ്കാരത്തിന്റെ അവശിഷ്ടങ്ങൾ തേടി വന്നവരോ? ഏറ്റവും വിചിത്രമായ കാര്യം, ഇവർ മരിക്കുമ്പോൾ അവരുടെ കയ്യിൽ ആയുധങ്ങളോ വലിയ തോതിലുള്ള പണമോ ഉണ്ടായിരുന്നില്ല എന്നതാണ്. അവർ ഒരു പുതിയ ജീവിതം തേടി ഇറങ്ങിയവരാണോ? അതോ ഈ തടാകം നൽകുന്ന ഏതോ ദൈവിക വിളി കേട്ട് വന്നവരാണോ? ഈ ചോദ്യങ്ങൾ നമ്മെ എത്തിക്കുന്നത് ഹിമാലയൻ നിഗൂഢതകളുടെ മറ്റൊരു തലത്തിലേക്കാണ്. ഇത്രയും കാലം മഞ്ഞിനടിയിൽ മറഞ്ഞുകിടന്ന ഈ സത്യങ്ങൾ നമ്മോട് പറയുന്നത് ഒരേ ഒരു കാര്യമാണ്: ചരിത്ര പുസ്തകങ്ങളിൽ നാം വായിച്ചതിനേക്കാൾ വലിയൊരു ലോകം ഹിമാലയത്തിന്റെ ഈ നിഴലുകളിൽ ഒളിഞ്ഞിരിപ്പുണ്ട്.
എന്നാൽ അടുത്ത ഭാഗത്ത് നാം കാണാൻ പോകുന്നത് ഈ നിഗൂഢതകളെയെല്ലാം കൂട്ടിയോജിപ്പിക്കുന്ന അന്തിമമായ ആ സിദ്ധാന്തമാണ്. ശാസ്ത്രം നൽകിയ തെളിവുകളും ചരിത്രരേഖകളും നാടോടി കഥകളും എല്ലാം കൂട്ടിയിണക്കുമ്പോൾ രൂപ്കുണ്ട് തടാകത്തെക്കുറിച്ച് ഒരേ ഒരു നിഗമനമേ ബാക്കിയാകുന്നുള്ളൂ. ഈ തടാകം വെറും ഒരു ശ്മശാനമല്ല, അതൊരു ടൈം ക്യാപ്സൂൾ ആണ്. പല നൂറ്റാണ്ടുകളിൽ നടന്ന 2 വ്യത്യസ്ത ദുരന്തങ്ങളുടെ സാക്ഷ്യം. ആദ്യത്തെ ദുരന്തം നടന്നത് AD 800-കളിലാണ്. അത് ഒരു വലിയ ഇന്ത്യൻ സംഘമായിരുന്നു. നന്ദാദേവി തീർത്ഥാടനത്തിന് പോയ ഒരു രാജകുടുംബവും അവരുടെ സേവകരുമായിരുന്നു അതെന്ന് ചരിത്രകാരന്മാർ വിശ്വസിക്കുന്നു. പ്രാദേശിക ഐതിഹ്യങ്ങൾ പറയുന്നത് കനൌജിലെ രാജാവും ഗർഭിണിയായ പത്നിയും നർത്തകരും അടങ്ങുന്ന സംഘം അവിടെ എത്തിച്ചേർന്നുവെന്നാണ്. പവിത്രമായ സ്ഥലത്ത് വെച്ച് ആചാരങ്ങൾ ലംഘിച്ചതിന് ദേവി കോപിക്കുകയും ആകാശത്ത് നിന്ന് മഞ്ഞുകട്ടകൾ വർഷിക്കുകയും ചെയ്തു. ശാസ്ത്രം കണ്ടെത്തിയ ആലിപ്പഴ വർഷം ഈ കഥയെ ശരിവെക്കുന്നു. എന്നാൽ ഗ്രീക്കുകാർ അവിടെ എത്തിയത് എന്തിനാണ്? ഇതാണ് ഏറ്റവും വിസ്മയകരമായ ഭാഗം. അവർ അലക്സാണ്ടറുടെ സൈനികരല്ല, പകരം 1800-കളിൽ അവിടെ എത്തിയവരാണ്. ഏറ്റവും പുതിയ സിദ്ധാന്തങ്ങൾ പറയുന്നത് ഇവർ ഇന്ത്യയിൽ തന്നെ വർഷങ്ങളായി താമസിച്ചിരുന്ന ഇൻഡോ ഗ്രീക്ക് വംശപാരമ്പര്യമുള്ള ഒരു സമൂഹമാകാം എന്നാണ്. അല്ലെങ്കിൽ ഹിമാലയത്തിലെ ദുർഘടമായ പാതയിലൂടെ ടിബറ്റിലേക്ക് വ്യാപാരത്തിന് പോയ ഒരു സംഘം. അവർക്കും നേരിടേണ്ടി വന്നത് 1000 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന അതേ പ്രകൃതിക്ഷോഭമാണ്. രൂപ്കുണ്ട് തടാകത്തിന്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത അതിനെ ഒരു കൊലക്കെണിയാക്കി മാറ്റുന്നു. മലനിരകൾക്കിടയിൽ ഒരു താഴ്ന്ന ഭാഗമായതിനാൽ പെട്ടെന്നുണ്ടാകുന്ന ചുഴലിക്കാറ്റിലും ആലിപ്പഴ വർഷത്തിലും അകപ്പെടുന്നവർക്ക് രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല. മുകൾ ഭാഗത്തു നിന്ന് അതിവേഗത്തിൽ വീഴുന്ന മഞ്ഞുകട്ടകൾ തലയോട്ടിയിൽ ഏൽപ്പിക്കുന്ന ആഘാതം മാരകമാണ്. രൂപ്കുണ്ട് നമ്മോട് പറയുന്നത് ഒരു വലിയ പാഠമാണ്. നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ വളരെ മുൻപേ ലോകം പരസ്പരം ബന്ധിക്കപ്പെട്ടിരുന്നു. ആയിരക്കണക്കിന് മൈലുകൾക്ക് അപ്പുറമുള്ള മനുഷ്യർ ഹിമാലയത്തിന്റെ നെറുകയിൽ വന്ന് സംഗമിച്ചിരുന്നു. ഇന്നും മഞ്ഞുരുകുമ്പോൾ തടാകത്തിന്റെ അടിത്തട്ടിൽ നിന്ന് പുതിയ അസ്ഥികൾ പൊങ്ങിവരുന്നത് പ്രകൃതി നൽകുന്ന ഒരു താക്കീതാണ്. മനുഷ്യന്റെ അഹങ്കാരത്തിന് മുന്നിൽ പ്രകൃതി എപ്പോഴും കരുത്തനാണെന്ന താക്കീതാണ്. ഗ്രീസിലെ ക്രീറ്റ് ദ്വീപിൽ നിന്ന് കനൌജിലെ കൊട്ടാരങ്ങളിൽ നിന്നും പുറപ്പെട്ട ആ യാത്രകൾ ഈ തടാകക്കരയിൽ അവസാനിച്ചു. അവർ ഒളിപ്പിച്ചു വെച്ച രഹസ്യങ്ങൾ ഇന്നും ആ മരവിച്ച ജലത്തിനടിയിൽ അലിഞ്ഞുകിടക്കുന്നു. ഒരുപക്ഷെ ഇനിയും വരാനിരിക്കുന്ന ഗവേഷണങ്ങൾ രൂപ്കുണ്ടിനെ കുറിച്ച് നമുക്കറിയാത്ത പുതിയൊരു അധ്യായം കൂടി തുറന്നേക്കാം. രൂപ്കുണ്ട് സമുദ്രനിരപ്പിൽ നിന്ന് 16,000 അടി ഉയരത്തിൽ പ്രകൃതി കാത്തുവച്ച ഒരു നിഗൂഢമായ ശ്മശാനം. ശാസ്ത്രം നിഗമനങ്ങളിൽ എത്തുമ്പോഴും ചരിത്രകാരന്മാർ തങ്ങളുടെ സിദ്ധാന്തങ്ങൾ നിരത്തുമ്പോഴും ആ തടാകത്തിന്റെ കരയിൽ ചിതറിക്കിടക്കുന്ന അസ്ഥികൂടങ്ങൾക്ക് ഇന്നും ചിലത് പറയാനുണ്ട്. അവർ എന്തിനു വന്നുവെന്നോ എവിടേക്ക് പോയെന്നോ ഉള്ള ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരങ്ങൾ ഒരുപക്ഷെ നമുക്ക് ഒരിക്കലും ലഭിച്ചെന്ന് വരില്ല. എങ്കിലും ആ മരവിച്ച തലയോട്ടികൾ നമ്മെ ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു. മനുഷ്യർ എത്രമാത്രം പുരോഗമിച്ചാലും ആധുനിക സാങ്കേതിക വിദ്യകൾ കൈവരിച്ചാലും പ്രകൃതിയുടെ ഒരു ചെറിയ നീക്കത്തിന് മുന്നിൽ നമ്മൾ എത്രമാത്രം നിസ്സഹായരാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മരിച്ചുപോയ ആ ഗ്രീക്ക് സഞ്ചാരികളുടെയും ഇന്ത്യൻ തീർത്ഥാടകരുടെയും സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഈ തടാകത്തിന്റെ ആഴങ്ങളിൽ അലിഞ്ഞു ചേർന്നു. ഇന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ട്രക്കേഴ്സും സാഹസികരും ഈ തടാകം കാണാൻ എത്താറുണ്ട്. മഞ്ഞിലൂടെ നടക്കുമ്പോൾ അറിയാതെ ഒരു അസ്ഥികൂടത്തിൽ നിങ്ങളുടെ കാൽ തട്ടിയേക്കാം. അപ്പോൾ ഓർക്കുക, അതൊരു വെറും കല്ലല്ല, അത് നിങ്ങളെപ്പോലെ തന്നെ യാത്രകളെ പ്രണയിച്ച ലോകം കാണാനിറങ്ങിയ ഒരു മനുഷ്യന്റെ അവശേഷിപ്പാണ്. ഹിമാലയത്തിന്റെ ഹൃദയമിടിപ്പിൽ രൂപ്കുണ്ട് ഇന്നും ഒരു ചോദ്യചിഹ്നമായി തുടരുന്നു. മഞ്ഞു വീഴുമ്പോൾ അത് ആ അസ്ഥികൂടങ്ങളെ പുതപ്പിക്കുന്നു. മഞ്ഞുരുകുമ്പോൾ അത് വീണ്ടും സത്യങ്ങൾ വിളിച്ചു പറയും. രൂപ്കുണ്ടിനെ കുറിച്ചുള്ള ഈ യാത്രയെക്കുറിച്ച് നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു? പ്രകൃതിയുടെ ക്രൂരമായ തമാശയോ അതോ ദൈവത്തിന്റെ ശിക്ഷയോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇത്തരം നിഗൂഢതകൾ ഇഷ്ടപ്പെടുന്ന സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. ലോകത്തിലെ ഇതുപോലുള്ള കൂടുതൽ മിസ്റ്ററികൾ തേടിയുള്ള നമ്മുടെ യാത്ര തുടരും. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.